ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദനായ മലയിൽ സാബു കോശി തിരുമേനി, ആദരണീയരായ പിതാക്കന്മാരെയും സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങൾ, നമ്മളുടെ മധ്യ കേരള മഹാ ഇടവകയുടെ വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയ മക്കളെ, ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. തിരുവല്ലയെ സംബന്ധിച്ച് CSI സഭ, പ്രത്യേകിച്ചും തോലശ്ശേരി സെൻറ്റ് തോമസ് ഇടവക എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മളുടെ ഡെഫ് ആൻഡ് ഡം സ്കൂള്. അത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥാപനമാണ്. ഒരു പക്ഷെങ്കിൽ സമൂഹത്തിൻ്റെ ഒട്ടും തന്നെ ഒരു പരിഗണന ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവരും ദൈവം സൃഷ്ടിച്ചവരാണെന്നും അവർക്ക് ദൈവം നൽകിയ ദാനങ്ങൾ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നും ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ പ്രതിപുരുഷര് നമുക്കായി നൽകിയ ഈ സ്ഥാപനത്തെ ഓർത്ത് ഈ തിരുവല്ലയിലുള്ള എല്ലാ മക്കളും സന്തോഷിക്കുകയാണ്, നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ അഭിനന്ദരായ തിരുമേനിമാർ അവർ 3 പേരും ഇവിടെയുണ്ട്. നമ്മളുടെ ഈ മധ്യ കേരള മഹാ ഇടവകയെ ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ, അവർക്ക് ഇടം കൈയും വലം കൈയുമായി അവരോട് ചേർന്ന് നിൽക്കുന്ന വൈദിക സഹോദരങ്ങൾ, അതുപോലെ തന്നെ സഭ എന്നത് അൽമായ സഹോദരങ്ങളുടെ വലിയ സമർപ്പണമാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള നമ്മുടെ അൽമായ സഹോദരങ്ങളുടെ, ഉപദേശിമാരുടെ, സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ 150ാമത്തെ വർഷത്തിലേക്കുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ തിരുവല്ലയിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള തലത്തിൽ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയും സ്പന്ദനവും തിരിച്ചറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും, നിങ്ങൾ നടത്തുന്ന ശുശ്രൂഷകളും സമർപ്പണവും വളരെ വലുതാണ്. നമ്മൾ വളരെ ആഠ്യത്വത്തോടുകൂടി കർത്താവിൻ്റെ സ്നേഹ സുവിശേഷവും സാഹോദര്യവും അതിരുകളില്ലാതെ പകർത്തുവാൻ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അതിൽ വലിയ സന്തോഷമാണ്. അഭിനന്ദനായ നമ്മുടെ ഇടവക മെത്രാപ്പോലീത്ത നമ്മളോട് പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഈ ശുശ്രൂഷ ഒരു കാലഘട്ടത്തിൽ ആരും കൈവെക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും, സ്വപ്നം പോലും കാണാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിലുള്ള സ്നേഹവും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടും സമ്പന്നമായ നമ്മളുടെ പൂർവികരെ, അത് മിഷണറിമാർ അതിന് നേതൃത്വം കൊടുത്തു. പക്ഷേ നമ്മുടെ ഇടയിലുണ്ടായിരുന്ന ആളുകൾ അവർ നടത്തിയതായ വലിയ സേവനവും സമർപ്പണവും, അത് ഇടക്കാലത്ത് എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. അത് പ്രകൃതി സംരക്ഷണമാണെങ്കിലും അതുപോലെ തന്നെ ഈ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം തളയ്ക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെ പുനരുദ്ധരിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലുമെല്ലാം നമുക്കത് തീർച്ചയായിട്ടും നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതായ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അതിരുകളില്ലാതെ കൊടുക്കുവാനായി ദൈവം നമ്മളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ ഊർജം പൊതുസമൂഹത്തിൽ നമുക്ക് സമർപ്പിക്കുവാൻ, ആളുകളെ തേടിയെത്തുവാൻ, ആളുകളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ അവരെ നമുക്ക് സഹായിക്കണം. ഐറേനീസ് എന്ന് പറയുന്ന തിരുമേനി, അതുപോലെ തന്നെ സഭയുടെ
തെർത്തുല്യൻ എന്ന് പറയുന്ന പിതാക്കന്മാർ അവരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്: ഗോഡ്സ് ഗ്ലോറി ഈസ് മാൻ ബീങ് ഫുള്ളി അലൈവ്. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ പൂർണ്ണതയിലേക്ക് അവനെ എത്തിക്കുന്നതാണ് ദൈവമഹത്വം. അതുകൊണ്ട് നമുക്കിതിൽ വലിയൊരു പങ്ക് ചെയ്യുവാനായിട്ടുണ്ട്. ആ പങ്ക് നമുക്ക് തുടർന്നും ചെയ്യുവാനുള്ള വലിയ ഒരു ആവേശമാവട്ടെ നമ്മുടെ ഈ ജൂബിലിയുടെ ഈ അവസരമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ഏറെ മതസ്പർദ്ധ കൊണ്ടും വെറുപ്പ് കൊണ്ടും മറ്റുള്ളവരെ എങ്ങനെ ഇകഴ്ത്താനും തകർക്കാനും തളർത്താനും സാധിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഈ ഒരു നെട്ടോട്ടം നമ്മളെ വളരെയേറെ ഭാരപ്പെടുത്തുന്നു. എങ്കിലും ദൈവം നമ്മളെ ഇവിടേക്കാണ് വിട്ടിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല. ഇവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ ആകൃഷ്ടരായി അനേകരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാനിവിടെ വരുന്നത് വരെ എനിക്ക് തിരുവല്ലയിലെ നമ്മളുടെ ഈ ഡെഫ് ആൻഡ് ഡംബ് സ്കൂളിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. തിരുവല്ലയിൽ വന്നതിന് ശേഷമാണ് പക്ഷെങ്കിൽ ഇതിൻ്റെ ആ ഒരു മഹത്വവും ഇതുവഴിയായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായ അനേകം ശുശ്രൂഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി ഇത് സമൂഹത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അടുത്തു വരുന്തോറും നമുക്ക് കൂടുതൽ അനേകരെ ആകർഷിക്കാനായിട്ട് സാധിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി കാലം ചെയ്തു. തിരുമേനി കാലം ചെയ്തിട്ട് ഏതാണ്ട് 85 ദിവസങ്ങളായി. ആ തിരുമേനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സുവിശേഷം എന്ന് പറയുന്നത് അതൊരാകർഷണമാണ്. മറ്റുള്ളവരെ നമ്മൾ ആകർഷിക്കുകയാണ്. എങ്ങനെയാണ് അത്? ഫ്രാൻസിസ് അസീസി എന്ന പുണ്യവാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോഴും സുവിശേഷം പ്രസംഗിക്കുക, ആവശ്യമാണെങ്കിൽ മാത്രം വാക്കുപയോഗിച്ചാൽ മതി. യൂസ് ഓൺലി വെൻ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, സോ നീഡി, യൂസ് വേർഡ്സ്. നിങ്ങളുടെ ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറണം എന്നുള്ളത്. നമുക്ക് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കുറേ കൂടി ആകർഷകമാകേണ്ടത് അത്യാവശ്യമാണ്. സുവിശേഷ മൂല്യം കൊണ്ട് ആകർഷകമാകുന്ന ഒരു കാര്യം. നമ്മുടെ വലിയ സംവിധാനങ്ങൾ കണ്ടുകൊണ്ടോ നമ്മൾ ഒരു പക്ഷെങ്കിൽ ലോകത്തിൻ്റെ ആ ഒരു നിലപാടുകൾ മാത്രം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലോ ഒന്നും ആരും നമ്മളെ ആകർഷിക്കാൻ പോകുന്നില്ല. ആരും നമ്മിലേക്ക് ആകർഷിക്കപ്പെടുകയുമില്ല. ആകർഷിക്കുന്നത് ഈ യേശുവിൻ്റെ ആ സ്നേഹ വലയം, അത് നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ്, അതിലേക്കാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഈ സഭാഗാത്രത്തിൽ അങ്ങനെ ഔദ്യോഗികമായി എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു മകൻ എന്നുള്ള തലത്തിൽ, ആ വിശ്വാസി എന്നുള്ള തലത്തിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതല്ലാതെ ജുറിഡിക്കലായിട്ട് നൈയാമികമായിട്ട് എനിക്ക് നമ്മുടെ ഈ സഭയിൽ അംഗത്വമില്ല. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വമായിട്ട് ഈ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് പറയാൻ, അത് പ്രവർത്തിക്കുവാൻ, അത് ആഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെവിടെയോ വായിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, ബിവെയർ ഹൗ യു ലിവ്, ബിവെയർ ഹൗ യു ലിവ്. You may be the only Bible that some people may ever read in their lives. നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷെങ്കിൽ അനേകർ വായിച്ചേക്കാവുന്ന ഒരേ ഒരു ബൈബിൾ, ഒരേ ഒരു വേദപുസ്തകം നിങ്ങളായിരിക്കാം. അതെ, ഇതാണ് യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന വലിയ നന്മ. നമ്മൾ യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവാണെന്ന് നമ്മൾ നാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോരല്ലോ. നമ്മുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസ ചൈതന്യം കൊണ്ട് നമ്മളത് ഏറ്റുപാടുവാൻ വിളിക്കപ്പെട്ടവരാകുന്നു എൻ്റെ സ്നേഹമുള്ള മക്കളെ.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ഈ വലിയ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും ആശംസകളും ഞാൻ ഹൃദയപൂർവ്വം നേരുകയാണ്. അഭിനന്യ പിതാക്കന്മാർ 3 പേരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും ഉറ്റവരായ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ ആണ്. അവരിലൂടെ ഈ സമൂഹം അനുഭവിക്കുന്ന നന്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ നമ്മുടെ ദേവാലയത്തിൽ വന്ന് സംയുക്ത നമ്മുടെ എക്യുമെനിക്കൽ പ്രാർത്ഥനാ വാരത്തിൽ സംബന്ധിക്കാറുണ്ട്. ഇവിടെ മിക്കവാറും വരുന്നത് എനിക്കിഷ്ടമാണ്. കാരണം ഇവിടുത്തെ മക്കളുടെ ആ ഒരു പ്രവർത്തനവും ശൈലിയുമൊക്കെയാണ്. നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യം, അത് എല്ലായ്പ്പോഴും ആ എക്യുമെനിക്കൽ ആ വലയം അത് വിശാലമാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ മൈം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും അവർ ചെയ്യാൻ പോകുന്ന ഒരു പക്ഷെങ്കിൽ മദ്യത്തെക്കുറിച്ചും മയക്കുമരുന്നിനെക്കുറിച്ചും ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഏതെങ്കിലും അഭിനന്ദ പിതാവും ആ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. വളരെ വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഒരു കാര്യം മാത്രം അത് കൊണ്ട് അവസാനിപ്പിക്കാൻ പാടില്ല. വേദന അനുഭവിക്കുന്നവരെ മുഴുവൻ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ എല്ലാവിധമായ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ മിഷണറിമാരുടെ സമർപ്പണത്തോടു കൂടിയുള്ള ജീവിതം അത് സമ്പുഷ്ടമാകുവാൻ ഒക്കെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഏറെ നേരം പ്രസംഗിച്ചു. ഞാനിപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ആൻ്റണി വരും എന്നുള്ളതാണ്. അപ്പോൾ അതുവരെയൊക്കെ നീട്ടാവല്ലോ എന്നൊക്കെ വിചാരിച്ച, പക്ഷേ ആശാനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷെങ്കിൽ നമ്മുടെ തിരുമേനിമാരാരെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുകയായിരിക്കും ഇനിയും കരണീയമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഏതെങ്കിലും ആവട്ടെ, ആര് വന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഞാൻ വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ഓരോരുത്തർക്കും അവരവരുടേതായ പ്രത്യേകതകളോ ആവശ്യങ്ങളോ ഒക്കെ കടന്നു വന്നേക്കാം. പക്ഷേ നമ്മളുടെ സമൂഹത്തിൻ്റെ പ്രസക്തി, ഈ സഭയുടെ പ്രസക്തി, ഈ ഭദ്രാസനത്തിൻ്റെ പ്രസക്തി, അതിനെ ആർക്കും നിരാകരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതും നിങ്ങളോട് അല്പസമയമെങ്കിലും ഇവിടെ ആയിരുന്ന് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് സമ്മതിക്കുകയും ചെയ്തത്. മക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ കർത്താവിൻ്റെ ജീവസുറ്റ വചനമായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ.